നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്ന് പറയുന്നത് ഇന്നലെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഉണ്ടായ എയർ ഇന്ത്യ വിമാനാപകടം, ലണ്ടനിലേക്കുള്ള ടേക്ക് ഓഫിനിടയിലുണ്ടായ ആ അപകടത്തിൽ ഇതിൻ്റെ മുഴുവൻ ആൾക്കാരും മരിച്ചു. ഒരാളൊഴികെ ബാക്കി എല്ലാ ആൾക്കാരും മരിച്ചു. അത് വന്ന് വീണ ആ ഹോസ്റ്റൽ, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് മരണപ്പെട്ടു. രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വിമാന ദുരന്തമാണ് ഇന്നലെ നടന്നത്. നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ വിഷമമുണ്ട്, നല്ല രീതിയിൽ സങ്കടമുണ്ട്. കാര്യം മരണമെന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ പൊതുവെ മരണം എപ്പോഴും സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാം. ഇതൊരു ദുരന്തമായിട്ടാണ് ഈ മരണം വന്നത്. ഇതിനകത്ത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ മരണം കണ്ട് സന്തോഷിക്കുന്ന കുറേ ആൾക്കാർ, കുറേ അവന്മാർ. ഇപ്പോൾ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി, അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിക്ക് വിട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല യൂട്യൂബ് ചാനലുകൾ, പല ചാനലുകൾ അവരുടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിയിൽ വന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് കാണണം. സത്യം പറഞ്ഞു, എന്താ പറയണ്ടേ, ഈ മദ്രസയിലെ വിവരം വെച്ചിട്ട് ചിലവന്മാർ, ഇവിടുത്തെ ഞമ്മൻ്റെ ആൾക്കാർ തന്നെ പറയാം, ഒളിച്ചു വെക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ പറയും ഞമ്മൻ്റെ ആൾക്കാർ. ആ കമൻറ്റുകൾ നോക്കിയാൽ മതി, പൊട്ടിച്ചിരിക്കുന്ന ഇമോജികൾ, ആഹ്ലാദിക്കുന്ന ഇമോജികൾ, ആഘാദിക്കുന്ന കമൻറ്റുകൾ. കാര്യം ഇവരെല്ലാം മരണപ്പെടേണ്ടവരാണ്. ഗുജറാത്ത് കലാപത്തിൽ വെറുതെ വിട്ടവരെ വിജയ് രൂപാണി കലാപവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെടേണ്ടവരെ വെറുതെ വിട്ട ഒരാളാണ് വിജയ് രൂപാണി. അതുകൊണ്ട് ഇദ്ദേഹം മരണപ്പെടേണ്ട ആളാണെന്നൊക്കെ രീതിയിൽ വളരെ മോശമായിട്ട്, ഇങ്ങനെ ഇദ്ദേഹം ഒന്നുമല്ല, വളരെ മോശമായിട്ടാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കമൻറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം മലയാളത്തിലൊന്ന് ആലോചിച്ച് നോക്കണം. മലയാളികളാണ്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന, നമ്മുടെ ഇടയിൽ ചിരിച്ചും കളിച്ചുമൊക്കെ നിൽക്കുന്ന, ഇവിടെയൊക്കെ കച്ചവടം ചെയ്യുന്ന, അതിപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ മീൻ കച്ചവടവും അറിയാമല്ലോ, ഞമ്മൻ്റെ ആൾക്കാർ വളരെയധികം കച്ചവടം ചെയ്യുന്ന ഇതിൻ്റെയൊക്കെ ഇടയിലുള്ളവന്മാരൊക്കെ തന്നെ അങ്ങനെ തന്നെ പറയണം. അവന്മാരെ അങ്ങനെ തന്നെ പറയാൻ പറ്റും. ആ കീടങ്ങളുണ്ടല്ലോ, കീടങ്ങൾ വളരെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മരിക്കേണ്ടവരായിരുന്നു ഇവരെല്ലാം. ഒരു സഹതാപം പോലും ഇല്ലെന്ന്. ഒരു ദുരന്തത്തിൽ മരിച്ചു. അവരെന്ത് ബാക്കിയുള്ളവരൊന്നും ആലോചിച്ചു. വിജയ് രൂപാണി ഒരു രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ ഗുജറാത്തിന് മുൻ മുഖ്യമന്ത്രി, ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. ഇതിനു മുന്നേയും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ കരസേനയുടെ സംയുക്ത മേധാവി ബിപിൻ റാവത്ത് മരിച്ച സമയത്തും ഇതുപോലെ താഴെ വന്നിട്ട് ചിരിക്കുന്ന ഇമോജികളും കമൻറ്റുകളൊക്കെ ഇട്ട നാറികളാണ് ഇവന്മാർ. ആ കൂട്ടത്തിൽ പെടുന്നവരൊക്കെ തന്നെ ഇവർ. കാര്യം വിവരമില്ല. ഒന്നാമത്തെ കാര്യം, ഇവർ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, മദ്രസ വിവരം മാത്രമല്ല ഉള്ളൂ. അവിടുന്ന് കൊടുക്കുന്ന ഈ സാധനം തലയ്ക്കകത്ത് കയറിയിട്ടാണ് ഈ പറയുന്ന മറ്റു മതങ്ങളെ എന്താ പറയണ്ടേ, ശത്രുവായി കാണുന്നത്. വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശം. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയണ്ടത്, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാവണം. ഇവനെയൊക്കെ പറഞ്ഞിട്ട് പന്നി വെട്ടി വരിക്കുന്ന പോലെ പെറ്റി വരികയില്ലയോ, എന്താ പറയണ്ടേ. പിടിച്ച് ജയിലിലിടാനും പറ്റത്തില്ല. കുറേ എണ്ണത്തിനെ കൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കുറേ തീവ്രവാദികളെ ഏതാണ്ട് 2 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുമോ കുറേ എണ്ണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വളരെ കഷ്ടമാണ്, മോശമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അതിനെയൊക്കെ വെച്ച് താരതമ്യം ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ എന്താ പറയണ്ടത്, നമ്മൾ അറ്റാക്ക് നടത്തി തീവ്രവാദികൾ, വളരെയധികം തീവ്രവാദികളെ നമ്മൾ കൊന്നു. അതിനെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുവെന്നാണ് പറയുന്നത്. ഒരു കോള് വന്ന് അന്നേരം അങ്ങനെയുള്ള അറ്റാക്ക് നടന്നതിൻ്റെ ഭാഗമായിട്ട്, പാകിസ്ഥാനിൽ അറ്റാക്ക് നടന്നു. അന്നേരം നമ്മളെവിടെ സന്തോഷിച്ചത്, നമ്മുടെ രാജ്യത്തെ ദ്രോഹിച്ച തീവ്രവാദികളെ കൊന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സന്തോഷിച്ചു. അത് സ്വാഭാവികം. നമ്മൾ എന്താ പറയണ്ടേ, കാര്യം ഒരു തീവ്രവാദിക്ക് ഒരുത്തിനെങ്കിലും നമ്മൾ തട്ടിയിരിക്കണം. കാര്യം അത്രയ്ക്ക് ദ്രോഹമാണ് അവന്മാർ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ തീവ്രവാദികളുടെ മരണത്തിൽ, നമ്മളെ സൈന്യം നടത്തിയ അറ്റാക്കിൽ നമ്മൾ സന്തോഷിക്കും. പക്ഷേ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കത്തില്ല. പാകിസ്ഥാനിലൊരു ദുരന്തം ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലൊരു ദുരന്തം ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ ചൈനയിലൊരു ദുരന്തം ഉണ്ടായിരിക്കട്ടെ, ആ ദുരന്തത്തിൽ നമ്മൾ സന്തോഷിക്കുമോ? മനുഷ്യത്വമുള്ള ഒരുത്തിന് സന്തോഷിക്കത്തില്ല. പക്ഷേ ഇവന്മാർ സന്തോഷിക്കും. ഈ ജിഹാദി നാറികൾ, ഈ ഞമ്മൻ്റെ ആൾക്കാർ. ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായി, മരിക്കുന്നത് മറ്റ് ആൾക്കാർ. ഇപ്പം ഞമ്മൻ്റെ ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ
അത് എല്ലാം ചെയ്തത് അള്ളാഹുവാണ്. ഇവരുടെ അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്തത്. യമനൊക്കെ സത്യം പറഞ്ഞാൽ വിവരം എന്ന് പറയുന്ന സാധനമില്ല, മര്യാദയില്ലാത്തമാർ. വല്ലാത്തൊരു ജനിസാണ് നീയൊക്കെ. നല്ല ആൾക്കാരും ഉണ്ട്, ഞാൻ അവരെ പറയുന്നില്ല, നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷേ നീയൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഓക്കെ, ഇത്രയും പറയണമെന്ന് തോന്നി. എന്തായാലും ഇന്നലത്തെ വിമാനാപകടത്തിൽ മരിച്ച എല്ലാവർക്കും നമ്മളുടെ പ്രണാമം. ഓക്കെ, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ജയ് ഹിന്ദ്.